നമസ്കാരം സുഹൃത്തുക്കളെ, സാഹിത്യ PSC അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങളും അനുച്ഛേദങ്ങളും എന്ന വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഭരണഘടനയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 22 ഭാഗങ്ങളാണ് ഭരണഘടനയിൽ ഉള്ളത്. എന്നാൽ ഭരണഘടനയുടെ ആകെ ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ 25 ഭാഗങ്ങളാണ്. അതായത് PSC ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളുണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത്? 25 ഭാഗങ്ങളാണ് ഉള്ളത്. പക്ഷേ അവസാനത്തെ ഭാഗം 22ആണ്. അതെന്തുകൊണ്ടായിരിക്കണം? നമുക്കറിയാം, ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം ഭരണഘടനയിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഭേദഗതി വഴി ഒത്തിരി ഭാഗങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. 4A, 9A, 9B, 14A അങ്ങനെ പോകുന്നു കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ. അപ്പോൾ ഇവയും കൂടെ ചേർത്താണ് ആകെ 25 ഭാഗങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ചർച്ച ചെയ്യാം. ഭാഗം 1 എന്താണ്? ഇന്ത്യൻ യൂണിയനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണുള്ളത്. അതായത് ഭരണഘടനയുടെ ഭാഗം 1 ഇന്ത്യൻ യൂണിയൻ, അനുച്ഛേദം 1 മുതൽ 4 വരെ ഇന്ത്യൻ യൂണിയൻ എന്ന ഭാഗം 1ആണ്. ഇനി ഭാഗം 2 പൗരത്വം. പൗരത്വം കൈകാര്യം ചെയ്യുന്നത് 5 മുതൽ 11 വരെ അനുച്ഛേദങ്ങളാണ്. മൂന്നാമത്തെ ഭാഗം എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ നട്ടെല്ല്, ആണിക്കല്ല് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മൗലിക അവകാശങ്ങൾ എന്ന ഭാഗം 3ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. ഭാഗം 4 എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതു മുതൽ ഏത് വരെയാണ്? 36 മുതൽ 51 വരെയാണ്. ഇനി 4A ആണ്. A വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഓർക്കുക, അത് ഭേദഗതി വഴി ചേർത്ത ഒരു ഭാഗമാണ്. ഭാഗം 4A എന്താണത്? മൗലിക കടമകളാണ്. ഭാഗം 4A മൗലിക കടമകൾ. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു അനുച്ഛേദമാണ് 51A. ഇപ്പോൾ ഭാഗം 4A മൗലിക കടമകളാണ്, അനുച്ഛേദം 51Aയും. ഇനി ഭാഗം 5 കേന്ദ്ര ഗവൺമെൻറ്. ഭാഗം 5 എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് ആണ്. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയാണ് ഭാഗം 5 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം 6 സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ ഭാഗം 5 കേന്ദ്ര ഗവൺമെൻറ് ആണ്, ഭാഗം 6 സംസ്ഥാനങ്ങളാണ്. ഭാഗം 6 ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങൾ 152 മുതൽ 237 വരെയാണ്. ഇനി ഭാഗം 7. ഭാഗം 7 ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1ാം പട്ടികയിലെ Bയിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. ഇത് ഓർത്തു വയ്ക്കേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ ഈ ഭാഗം ഭരണഘടനയിൽ നിന്നും റദ്ദാക്കിയിരിക്കുന്നു. ആർട്ടിക്കിൾ 238 ആയിരുന്നു ഇതിലുണ്ടായിരുന്ന അനുച്ഛേദം. ഇപ്പോൾ ഭാഗം 7 പഠിക്കേണ്ട ആവശ്യമില്ല, അത് റദ്ദാക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി ഭാഗം 8 എന്താണ്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന ഭാഗം 8 239 മുതൽ 242 വരെ അനുച്ഛേദങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാഗം 9 എന്താണ്? പഞ്ചായത്തുകളാണ്. 243 മുതൽ 243O വരെയാണ് അനുച്ഛേദങ്ങൾ ഭാഗം 9 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാഗം 9A എന്താണ്? 9A നഗരസഭകളാണ് അഥവാ മുനിസിപ്പാലിറ്റികളാണ്. ഇവിടെ ഏതൊക്കെ അനുച്ഛേദങ്ങളാണ്? 243,
പി മുതൽ 243 വരെയാണ്. ഭാഗം 9A നഗരസഭകൾ എന്ന ഭാഗം കൈകാര്യം ചെയ്യുന്നത് എന്നോർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഭാഗം 9B കൂടെയുണ്ട്. ഭാഗം 9B എന്താണ്? കോപ്പറേറ്റീവ് സംഘങ്ങളെക്കുറിച്ചാണ്. കോപ്പറേറ്റീവ് സംഘങ്ങൾ എന്ന ഭാഗമാണ് ഭാഗം 9B. 243ZH മുതൽ 243ZT വരെയാണ് അനുച്ഛേദങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഭാഗം 10 എന്താണ്? ഗോത്രവർഗ പ്രദേശങ്ങളാണ്. ഭാഗം 10 എന്താണ്? ഗോത്രവർഗ പ്രദേശങ്ങൾ. അനുച്ഛേദം 244 മുതൽ 244A വരെയാണ് ഭാഗം 10 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാഗം 11 എന്താണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗം ഏതാണ്? ഭാഗം 11 ആർട്ടിക്കിൾ 245 മുതൽ ആർട്ടിക്കിൾ 263 വരെ ഭാഗം 11 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭാഗം 12 എന്താണ്? സമ്പത്ത്, ഉടമസ്ഥാവകാശം, കരാറുകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ് ഭാഗം 12. ഭാഗം 12 264 മുതൽ 300A വരെ അനുച്ഛേദങ്ങൾ ഉണ്ട്. ഇനി ഭാഗം 13 എന്താണ്? ആഭ്യന്തര വ്യാപാര വാണിജ്യ ബന്ധങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ആർട്ടിക്കിൾ 301 മുതൽ 307 വരെയാണ് ഇവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഭാഗം 14 എന്താണ്? സേവനങ്ങളാണ്. ഭാഗം 14 എന്താണ്? സേവനങ്ങളാണ്. അതായത് കേന്ദ്രവും സംസ്ഥാനവും നൽകുന്ന സേവനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 14. ആർട്ടിക്കിൾ 308 മുതൽ 323 വരെ ഭാഗം 14 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭാഗം 14A എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളാണ്. ഭാഗം 14A, അവിടെ A ഉണ്ട്, ഓർത്ത് വയ്ക്കുക. എന്താണിത്? ഭേദഗതി വഴി ചേർത്തിട്ടുള്ളതാണ്. 14A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളാണ്. 323A മുതൽ 323B വരെ ഭാഗം 14Aയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭാഗം 15 തെരഞ്ഞെടുപ്പുകളാണ്. തെരഞ്ഞെടുപ്പുകൾ ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329A വരെ. ഇനി ഭാഗം 16 ചില സമുദായത്തിൽപ്പെട്ടവർക്കുള്ള പരിഗണനയാണ്. അതായത് SC, ST, ആംഗ്ലോ ഇന്ത്യൻ മുതലായവയ്ക്കുള്ള പരിഗണനയാണ് ഭാഗം 16 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 330 മുതൽ 342 വരെ അനുച്ഛേദങ്ങളാണ് ഭാഗം 16 ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഭാഗം 17 ഭാഗം 17 ഔദ്യോഗിക ഭാഷകൾ എന്ന വിഷയമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഭാഗം 17 എന്താണ്? ഔദ്യോഗിക ഭാഷകളാണ്. ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ 343 മുതൽ 351 വരെ ഔദ്യോഗിക ഭാഷകൾ എന്ന ഭാഗമാണ് ഭാഗം 17. ഭാഗം 18 എന്താണ്? ഭാഗം 18 അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ, എമർജൻസി, അടിയന്തരാവസ്ഥ എന്ന ഭാഗം 18 ഭാഗം 18 ഏതൊക്കെ ആർട്ടിക്കിൾസ് ഉണ്ട്? 352 മുതൽ 360 വരെയാണ്. 352 മുതൽ 360 വരെ. ഇനി ഭാഗം 19 പല വകയാണ്. മിസലേനിയസ് നമുക്ക് പറയാം. അതായത് അല്ലറ ചില്ലറ ഇതിൽ വരാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട് വരുന്നതാണ് പലവക. ഭാഗം 19 വരുന്നത് 361 മുതൽ 367 വരെ. ഓർത്തു വയ്ക്കുക, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വരാത്ത ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും പല വകകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഭാഗം 20 എന്താണ്? ഭരണഘടനാ ഭേദഗതികളാണ്. ഭരണഘടനാ ഭേദഗതികൾ എന്ന ഭാഗം 20 ഓർത്ത് വയ്ക്കുക. അതിൽ ഒരേ ഒരു ആർട്ടിക്കിളേ ഉള്ളൂ, 368 എന്ന ആർട്ടിക്കിളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമാണ്. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി. ഭാഗം എത്രയാണ്? 20. ഇനി 21 എന്താണ്?
താൽക്കാലികവും പ്രത്യേക പരിഗണനയുള്ളവയും എന്ന് ടൈറ്റിൽ നൽകിയിട്ടുള്ള ഭാഗമാണ് ഭാഗം 21. ആർട്ടിക്കിൾസ് എത്ര മുതൽ എത്ര വരെയാ? 369 മുതൽ 392 വരെയാണ് ഭാഗം 21 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം 22 ആവട്ടെ, അവസാനത്തെയാണ് ഭാഗം 22, ഉള്ളടക്കവും ഉപക്രമവും. ഉള്ളടക്കവും ഉപക്രമവും എന്ന ഭാഗമാണ് ഭാഗം 22. 393 മുതൽ 395 വരെ ആർട്ടിക്കിൾസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഇപ്പോൾ ഭരണഘടനയിൽ ആകെ എത്ര ഭാഗങ്ങളുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? 25 ഭാഗങ്ങളാണ് ഭരണഘടനയിൽ ഉള്ളത് എന്ന് ഓർത്തു വയ്ക്കുക. ഓരോ ഭാഗങ്ങളും നമ്മൾ എടുത്തു പറഞ്ഞു. 7 ഭാഗം എന്തായിരുന്നു? 7-ാം ഭാഗം റിപ്പീൽ ചെയ്തിട്ടുള്ളതാണ്, റദ്ദാക്കിയിട്ടുള്ളതാണ്, ഓർത്തു വയ്ക്കണം. ഭാഗം 7-ൽ നിലവിലൊന്നുമില്ല. ഭാഗം 4A എന്തായിരുന്നു? മൗലിക കടമകളായിരുന്നു, കൂട്ടിച്ചേർത്തതാണ്. ഭാഗം 9 കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്, പഞ്ചായത്തുകൾ. ഭാഗം 9A നഗരസഭകൾ. 9B കോപ്പറേറ്റീവ് സംഘങ്ങൾ. 14A എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളാണ്. ഇവയെല്ലാം റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. സാഹിത്യ PSC അക്കാദമി.